ഇപ്പം മാർക്കറ്റിൽ കിട്ടാവുന്ന സെക്കൻഡ് ബെസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും S22 പ്ലസ്. എല്ലാം ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ക്യാമറ, ബാറ്ററി, ചിപ്സെറ്റിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും ഓവറോൾ സോഫ്റ്റ്വെയർ പെർഫോമൻസ്, ഫീച്ചേഴ്സ് അതെല്ലാം നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് ഫോണാണ്. ഫസ്റ്റ് ഓബ്വിയസ്ലി സാംസങ്ങിൻ്റെ തന്നെ സാംസങ് ഗാലക്സി S22 അൾട്ര ആണ്. ഇപ്പോൾ 1 മന്ത് ആയെന്ന് തോന്നുന്നു, 1 മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡെയിലി ഡ്രൈവറായിട്ട്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് സിം കിടക്കുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും നമ്പേഴ്സും കണക്കൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ കാണുക. ഓക്കെ, അവിടെ ഞാൻ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു സ്പെസിഫിക്കേഷൻ ഒന്നും മെൻഷൻ ചെയ്യാൻ പോകുന്നില്ല, അത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പല വീഡിയോസിലും പലരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഞാനത് ഒന്നോട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് പ്യുവർ എക്സ്പീരിയൻസ് ബേസ്ഡ് എൻ്റെ ഒരു ഫ്രാങ്ക് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. 85,000 രൂപ, 85,000 റുപ്പീസ് കൊടുത്ത് നിങ്ങളൊരു ഫോൺ മേടിക്കുമ്പോൾ ആ ഫോൺ നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. സാംസങ് എന്ന ബ്രാൻഡ് നോർമലി 99% എല്ലാ ഫോൺസിലും പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്. ഈവൻ S21 FE വരെ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കൂടും, പ്രൈസ് റേഞ്ച് കൂടുന്തോറും ആ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കൂടുന്നുണ്ടെങ്കിലും ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ് കിട്ടുന്നത്. പക്ഷേ സാംസങ് ഗ്ലാസ് ബാക്ക് ഇടുമ്പോൾ തീർച്ചയായിട്ടും വളരെ ബ്യൂട്ടിഫുള്ളി ആണ് അത് അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത്. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ലെവൽ ഫോണാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീൽ ആവും. ഈവൻ ആ ഫ്രെയിം ഉണ്ടല്ലോ, അതും നല്ല കട്ടിയുള്ള നല്ല കനമുള്ള ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആർമേർഡ് ഫ്രെയിം എന്നൊക്കെയാണ് സാംസങ് പറയുന്നത്. പിന്നെ ഫോണിൽ IP67 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ അണ്ടർ വാട്ടർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും, മഴ പെയ്താലും നോ പ്രോബ്ലം. S21 സീരീസിൽ ഉണ്ടായിരുന്ന ഡിസൈൻ ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അതായത് ആ ഒരു ക്യാമറ മോഡൽ ഇങ്ങനെ അലിഞ്ഞ് നമ്മുടെ ഈ ഒരു മോഡലിനോട് ചേർത്ത് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ ക്യാമറ മോഡൽ ഉണ്ടല്ലോ, അതിൻ്റെ താഴത്തെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ആ പോയിന്റ് ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ കയറുന്നുണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഫീൽ കിട്ടും, എന്തോ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് ഉണ്ടെന്നൊരു ഫീൽ കിട്ടും. അതും കൂടെ ഒന്ന് കർവായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ ഫീൽ വരില്ലായിരുന്നു. അത് ലേശം പോയിന്റഡ് ആണ്. ഓക്കെ, ഫോണിൻ്റെ ബാക്ക് നല്ല സ്മൂത്ത് മീൻസ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രീമിയം ഫിനിഷൊക്കെ ഉണ്ടെങ്കിലും നല്ല സ്ലിപ്പറിയാണ്, കയ്യിൽ നിന്ന് തന്നെ പോകത്തില്ല. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ടേബിളിൻ്റെ മുകളിൽ, എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ്, നിങ്ങളുടെ ടേബിളിൻ്റെ മുകളിൽ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ആ നോട്ട്ബുക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണെങ്കിൽ സംഭവം സ്ലിപ്പാവും, താഴെ വീണതിന് ശേഷം നമ്മുടെ ക്യാമറ മോളിൻ്റെ മേളിൽ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ആ പെയിൻറ്റ് ചെറുതായിട്ട് പോയിട്ടുണ്ട്. അതേ രീതിയിൽ ഫ്രണ്ടിലും ചെറിയ സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട്. സോ ഗൊറില്ല ഗ്ലാസ് ഏതായിക്കോട്ടെ, 5, 6, വിക്ടസ് പ്ലസ് എന്താണെങ്കിലും 85,000 രൂപ ഉള്ള ഒരു ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്വാളിറ്റി ഉള്ള ഒരു ടെമ്പേർഡ് ഗ്ലാസ് യൂസ് ചെയ്യുക. അത് ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരിക്കണം, ചീപ്പ് ഒന്നും മേടിച്ചിടല്. കാരണം ഇതിൻ്റെ മേളിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, അത് നല്ലോണം വർക്ക് ആവില്ല. ആ റീഡിങ്ങിലൊക്കെ ഇഷ്യൂ വരാറുണ്ട്, ഞാൻ കുറേ വീഡിയോസ് കണ്ടു. അതുകൊണ്ട് ഞാൻ ഇതുവരെ ടെമ്പർ ഗ്ലാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. ഓക്കെ, എന്തുകൊണ്ടാണ് ബോക്സിൽ ഒരു TPU കേസ് തരാത്തത്? അത് നമ്മൾ എന്തായാലും TPU കേസ് ഫുൾ ജീവിതകാലം മൊത്തം TPU കേസ് യൂസ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ എന്തായാലും നല്ലൊരു കവർ മേടിച്ചിടും. ആ ഒരു ഫസ്റ്റ് മന്ത്, ഒരു 1.5 മാസം ഒന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിലും ഇതുപോലുള്ള ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നറിയാം? 2,000 രൂപയാണ്. ഇത്രയും വില കൂടിയ ഒരു ഫോൺ ഒരാൾ മേടിക്കുമ്പോൾ, എൻ്റെ റിവ്യൂവിൻ്റാണ് കേട്ടോ. സോ ഇത് മേടിക്കുമ്പോൾ ഒരു 2,000 രൂപ കൊടുത്ത ഒരാൾ എന്തായാലും കവർ മേടിക്കും എന്ന് അവർക്കറിയാം. സാംസങ് ബോക്സിൽ തരുന്നില്ല എന്നും അവർക്കറിയാം. സോ ആ രീതിയിലുള്ള ഒരു ചൂഷണമാണ് നടക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? മേടിച്ചല്ലേ പറ്റും. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ഏറ്റവും ബെസ്റ്റ് ആണ്. നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്, ഡീപ് ബ്ലാക്സ് ഉണ്ട്. ഇത് ഞാൻ തന്നെ എപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് വേണ്ടി അടിപൊളിയാണ്. അതിനോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. നല്ലൊരു റിച്ച് സൗണ്ടാണ് വരുന്നത്. അതായത് ഭയങ്കരമായിട്ട് ലൗഡ്നെസ് ഇല്ല എങ്കിലും വരുന്ന സൗണ്ട് ടോപ്പ് ക്വാളിറ്റി സൗണ്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് ബ്രൈറ്റ്നെസ്. നല്ല ബ്രൈറ്റ് ആണ്. സോ നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, നല്ല വെയിലാണെങ്കിലും നോ പ്രോബ്ലം. അത് ബ്രൈറ്റ്നെസ് കൂടുക എന്ന് മാത്രമല്ല, ആ ഒരു കോൺട്രാസ്റ്റ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും അതും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. S22 അൾട്രയിലുള്ള ആ ഒരു LTPO സെക്കൻഡ് ജനറേഷൻ ഡിസ്പ്ലേ ഉണ്ടല്ലോ, 1 Hz to 120 Hz, അത് ഇവിടെയും കൊടുക്കേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു. ഇതും ഒരു പ്ലസ് അല്ലേ? പക്ഷേ ഇവിടെ വരുന്നില്ല. അത് അൾട്രയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അടുത്ത വർഷം വരുമ്പോൾ പ്ലസിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ കൊടുക്കേണ്ടതായിരുന്നു, ഇവിടെ വരുന്നില്ല. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടല്ലോ, അതിപ്പം വന്ന് 15,000 റുപ്പീസുള്ള ഫോണിലും കിട്ടുന്നുണ്ട് 120 Hz റിഫ്രഷ് റേറ്റ്. പക്ഷേ അതും ഫ്ലാഗ്ഷിപ്പിലുള്ള 120 Hz തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. അത് രണ്ടും യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതായത് എന്താണ് ശരിക്കും 120 Hz ഒരു ഫുൾ പൊട്ടൻഷ്യൽ. ഫ്ലാഗ്ഷിപ്പ് ഫോണിലാണ് അതിൻ്റെ ഒരു ഫുൾ അഡ്വാൻറ്റേജ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഞാൻ ഈ ഒരു ഫോണിൻ്റെ ഫോട്ടോ സാമ്പിൾസ് ആൻഡ് വീഡിയോ സാമ്പിൾസ് ഓൾറെഡി അൺബോക്സിംഗ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോ സാമ്പിൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, വീണ്ടും ഷെയർ ചെയ്യാം. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ വേൾഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒന്നോടെ പറയാം, ഇത് സെക്കൻഡ് ബെസ്റ്റ് ക്യാമറ ഫോൺ ആയിരിക്കും. ഫസ്റ്റ് വീണ്ടും S22 അൾട്രയാണ്. അതിനുശേഷം വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ്. ആക്ച്വലി ഇതിൻ്റെയും സാംസങ് ഗാലക്സി S22ൻ്റെയും എക്സാക്ട്ലി സെയിം ക്യാമറ പെർഫോമൻസ് ആയിരിക്കും. കാരണം സെയിം ഹാർഡ്വെയർ, സെയിം
എല്ലാം സെയിം ആണ്, സെയിം സോഫ്റ്റ്വെയർ, സെയിം ചിപ്സെറ്റ്, എല്ലാം സെയിം ആയതുകൊണ്ട് രണ്ടിലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് സെയിം ക്യാമറ പെർഫോമൻസ് ആയിരിക്കും. വീഡിയോഗ്രാഫിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ കിഡിലൻ വീഡിയോഗ്രാഫി പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ഓക്കെ, നോ ഡൗട്ട്. പക്ഷേ ലോ ലൈറ്റ് വീഡിയോഗ്രാഫി എനിക്ക് അത്രയും ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ല. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പം ചില സ്ഥലങ്ങളിൽ ഗ്രെയിൻസ് ഒക്കെ കയറി വരുന്നുണ്ട്, ബ്ലാക്കിലൊക്കെ അത്യാവശ്യം, ഷാഡോസിലൊക്കെ അത്യാവശ്യം ഗ്രെയിൻസ് കയറി വരുന്നുണ്ട്, ചില വീഡിയോസ്, ചില സിറ്റുവേഷൻസ് വരുന്നുണ്ട്. നമ്മളെല്ലാവരുടെയും കംപ്ലൈൻറ്റും കുറ്റം പറച്ചിലും പിന്നെ പരിശ്രമം മൂലം നമുക്ക് ഇത്തവണ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റാണ് കിട്ടിയിരിക്കുന്നത്, ഓക്കെ. ടോപ്പ് ക്വാളിറ്റി പെർഫോമൻസ് ആണ് കിട്ടുന്നത് തീർച്ചയായിട്ടും. സാംസങ് ഫോൺ ഗെയിമിങ്ങിന് വേണ്ടി അല്ല ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഗെയിമിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഗെയിമിംഗ് ചെയ്യാൻ പറ്റും, വളരെ സ്മൂത്ത്ലി നമുക്ക് BGMI കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരുപാട് നേരത്തേക്ക് കളിക്കാൻ പറ്റില്ല, ആ ത്രോട്ട്ലിംഗ് എന്തായാലും വരും. ഗെയിമിംഗ് ആണെങ്കിൽ ഇതിൻ്റെ പകുതി വിലക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഫോൺസ് കിട്ടും, ഗെയിമിംഗ് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റക്കും ലാഗും അതുപോലുള്ള ഒരു സംഭവം ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല, ഓക്കെ. പിന്നെ ഒരു സാംസങ് ഫോൺ ആയതുകൊണ്ട് കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടും, സോഫ്റ്റ്വെയർ ബേസ്ഡ് ഫീച്ചേഴ്സ്, നോക്ക് സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്, ഓക്കെ. പിന്നെ NFC-ൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് സാംസങ് പേ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും, നല്ല സ്മൂത്ത്ലി വർക്ക് ആവുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു, ഓക്കെ. സെക്യൂർ ഫോൾഡറിൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോ, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് സെക്യൂർ ഫോൾഡറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സാംസങ്ങിൻ്റെ S സീരീസ് ഫോൺസിന് വേണ്ടി സാംസങ് മാറ്റി വെക്കുന്ന ഒരു ഫീച്ചറാണ് ഡെക്സിൻ്റെ ഫീച്ചർ, അതായത് ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC-യുമായിട്ട് വയർലെസ്ലി അല്ലെങ്കിൽ ത്രൂ വയർ കണക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതിലുള്ള ഇൻ്റർഫേസ് നിങ്ങൾക്കൊരു വിൻഡോസിൻ്റെ ഇൻ്റർഫേസിൻ്റെ രൂപത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ബട്ടണും ആ സംഭവമൊക്കെ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ കോൾ ചെയ്യാൻ പറ്റും, വാട്സാപ്പ് യൂസ് ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് എഡിറ്റ് ചെയ്യാം യൂസിങ് മൗസ് ആൻഡ് കീബോർഡ്. സോ മൗസും കീബോർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പ് ചാറ്റ് ചെയ്യാം, ഡോക്യുമെൻറ്റ് എഡിറ്റ് ചെയ്യാം, ഫോൺ കോളുകളൊക്കെ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ഉള്ള കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ, GOS ഗെയിം ഓപ്റ്റിമൈസേഷൻ സർവീസിൻ്റെ കോൺട്രവേഴ്സി. മിസ്റ്റർ ഹൂസ് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് കണ്ടു നോക്കാം. പക്ഷേ അതിന് മുന്നേ വന്നൊരു കേസാണ്. ഈ ഒരു കോൺട്രവേഴ്സി കാരണമാണ് റിവ്യൂ ഡിലേ ആയത്. കാരണം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു അപ്ഡേറ്റ് വരാൻ വേണ്ടി. അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 10,000 ആപ്സ് സാംസങ് യൂസേഴ്സിനെ അറിയിക്കാതെ ത്രോട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് 80%, 75% ത്രോട്ടിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ബെഞ്ച് മാർക്കിംഗ് ആപ്പുകൾ ത്രോട്ടിലിംഗ് ചെയ്തിട്ടില്ല. സോ ബെഞ്ച് മാർക്ക് ചെയ്യുമ്പം നല്ല നമ്പേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആക്ച്വലി യൂസ് ചെയ്യുമ്പോൾ ഗെയിമിംഗ് ആപ്പ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആണെങ്കിലും സാംസങ് അതെല്ലാം ത്രോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പബ്ലിക്കലി അപ്പോളജൈസ് ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത്. അതിനുവേണ്ടി സെറ്റിങ്സിൽ പോയിട്ട് ഗെയിം എന്ന് സെർച്ച് ചെയ്താൽ മതി. ഗെയിം ബൂസ്റ്റർ സെറ്റിങ്സ് താഴെ സ്ക്രോൾ ചെയ്താൽ ലാബ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യണം. ബാക്ക് ഇവിടെ കണ്ടോ, ആ ഒരു ഗെയിം ഒപ്റ്റിമൈസേഷൻ്റെ ഒരു ഫീച്ചർ ഇപ്പം ഗ്രേഡ് ഔട്ടായി. നമുക്കത് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഗ്രേഡ് ഔട്ടാണ്. സോ ഈ അപ്ഡേറ്റിന് ശേഷം സാംസങ് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കോൾ റിസപ്ഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണെങ്കിലും കണക്ടിവിറ്റീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണെങ്കിലും ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഇയർ പീസ് ആണ് തന്നിരിക്കുന്നത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ കോളിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സോ ആ പോയിന്റ് ഓഫ് വ്യൂന്ന് നോ ഇഷ്യൂസ്. ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ബാറ്ററി പെർഫോമൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഓവർ നൈറ്റ് ഡ്രെയിൻ അല്ലെങ്കിൽ ബാറ്ററി ലീക്കേജ് ഒന്നും നടക്കുന്നില്ല. നല്ല ബാറ്ററി പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 1 ഡേ ഷ്യൂർ ഷോട്ട് ആണ്, ഓക്കെ. കടിച്ച് പിടിച്ച് യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും 1.5 ഡേ വരെയൊക്കെ പോകുന്നുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് 1.5 ഡേ കിട്ടിയിട്ടുണ്ട്. സാംസങ്ങിൻ്റെ S സീരീസ് ഫോൺസിൽ ഫസ്റ്റ് ടൈമാണ് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷേ 45 വാട്ടിൻ്റെ ചാർജർ മേടിക്കരുത്, 25 വാട്ടിൻ്റെ ചാർജർ മേടിച്ചാൽ മതി. എൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. അതിൽ ആ ഒരു യൂട്യൂബർ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 25 വാട്ട് ആണെങ്കിലും 45 വാട്ട് ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ടൈമാണ് എടുക്കുന്നത് 100% ചാർജ് ആവാൻ വേണ്ടി. തീർച്ചയായിട്ടും ഇനീഷ്യൽ ചാർജിങ് 45 വാട്ടിൽ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിരിക്കും. ഇനീഷ്യൽ 50%, 60% കുറച്ചും കൂടി ഫാസ്റ്റർ ആയിരിക്കും. പക്ഷേ ഓവറോൾ ഓൾമോസ്റ്റ് സെയിം ടൈമാണ് എടുക്കുന്നത്. സോ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് 45 വാട്ടിൻ്റെ ചാർജർ മേടിച്ചില്ലെങ്കിലും നോ ഇഷ്യൂസ്. പഴയ 25 വാട്ടിൻ്റെ ചാർജർ കിടപ്പുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫോണാണ്. സ്പെഷ്യലി ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വർത്തി ഫോണാണ്. That's all. Okay. This is your friend Mr. Perfect Tech signing off. Goodbye.